ഗോൾഡ് പണയം വെച്ചിട്ടല്ലേ ഈ വീട് വാങ്ങിച്ചത്. ബെസ്റ്റ്. എവിടെ വെച്ചേ? ട്രഷർ ട്രീ. ഓ, അവിടെ ആകുമ്പോ മര്യാദ ലോണും കിട്ടും, പലിശയും കുറവും അല്ലേ? അതെങ്ങനെ അറിയാം? അതിപ്പോ ആർക്കും അറിയാത്ത. ശരി എന്നാ. ഗൂഗിൾ പേ വന്നപ്പോ ക്യാഷും ഇല്ല, ട്രഷർ വന്നപ്പോ ഗോൾഡും ഇല്ല. കള്ളന്മാരൊക്കെ നശിച്ചു പോലും. ചേച്ചി പാലെടുത്തോട്ടാ, എല്ലാ കള്ളന്മാരും വരും. അവര് ചമ്മിപ്പോണ്ടെന്ന് കരുതിട്ടാ. സാമ്പത്തിക ആവശ്യങ്ങൾ എന്തുമാകട്ടെ, തീർത്തും സുതാര്യവും സുരക്ഷിതവുമായ സേവനങ്ങളിലൂടെ ട്രഷർ ട്രീ ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ്. ട്രഷർ ഓഫ് ട്രസ്റ്റ്. എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. എന്നാ ചേച്ചി? ഈ ഫോട്ടോ ഇവിടുന്ന് മാറ്റിക്കരുത്. നിന്നോട് അവരെ വിളിക്കാൻ പറഞ്ഞിട്ട് നിന്ന് കുറുകുവാണോ? என்னுடைய ஆல்மோஸ்ட் முடிஞ்சிடுச்சு. ஆனா அண்ணம்மா எப்போ வரப்போகுதுன்னு கடவுளுக்கு மட்டும்தான். அண்ணம்மா இதுங்க வேணாமா? എന്നെടുത്ത് മാറ്റാം. ഫ്രീഡം കുറവാണ് അല്ലേ? ചേട്ടന്റെ കമ്മീഷൻ അല്ലേ, അത് ഞാൻ നാളെ തന്നെ തന്നേക്കാം പോരെ? ചായ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞാൽ മതി, എനിക്കിട്ട് ഉണ്ടാക്കല്ലേ. എവിടെ ഇതിന്റെ മറ്റവൻ? மத்தவனா എടി പല്ലവി, നീ ഒന്ന് വിശ്വസിക്ക്, ഞാൻ ഒരുത്തനെ ഇവിടെ കണ്ടതാ. இத்தனை வாட்டி நாம சேர்ந்துதான் பிளான் பண்ணேன். വിരമു കണ്ടതിൽ വളരെ സന്തോഷം. എടാ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? അവളല്ലേ പണ്ടോട്ടെ. എന്താണ് ആപ്പിളും ജ്യൂസൊക്കെ ആയിട്ട്? എന്തായാലും നിനക്കല്ല, നീ ഒരു പാവത്തിനെ കരയിപ്പിച്ച റൂമിൽ കയറ്റിയില്ലേ? ഞാനോ? ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ വിലക്ക് വെച്ചോ? അമ്മോ, ഇപ്പൊ നീ കൊഞ്ചം ഓവറാതായിരുന്നത്. എടി അവളുടെ പ്രാങ്ക് ചുറ്റിപ്പോയാൽ ഞാൻ ചെയ്യാനാ? അതെ അതെ അതെ, ഞാൻ കുറച്ച് ഓവറായിരുന്നു അല്ലേ? അതെ. എന്നാ പിന്നെ ഞാനും കൂടി വരാം സമാധാനിപ്പിക്കാൻ. വാ. താങ്ക്സ്. ആ ജ്യൂസ് വേണമെങ്കിൽ ഞാൻ പിടിക്കാം കേട്ടോ. എന്നാ പിന്നെ നീ എന്നെ ഓർത്തോ. ആവാ. ഹായ്. വന്നേ വീട്. വന്നേ. എന്തോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എന്റെ മുഖത്തിനെ തെറ്റിദ്ധരിക്കേണ്ടി വന്നു. അതെ, കൊള്ളാം, എനിക്കിഷ്ടായി. എന്തുകൊണ്ട് നിന്റെ പ്രശ്നം? എവിടെ നിന്ന് ഒപ്പിച്ചവനെ? എന്ത് അവനെ? അവനവൻ നല്ല ചെറുക്കണ്ടാ. നീ കാണുന്നുണ്ടല്ലേ? കാണുന്നുണ്ടല്ലോ. ഉണ്ടെന്ന് ഷുവറാണല്ലോ. മാറ്റി പറഞ്ഞ കാണുന്നുണ്ടല്ലേ? ശരിക്ക് തരാവേ. എന്താ? എല്ലാരും കാണുന്നുണ്ടല്ലോ. അവള് സമ്മതിച്ചു. ഇനി നിങ്ങൾ അവളോട് വാ തുറന്ന് ചോദിക്കും, ആരടി അവൻ? ചോദിക്കേ. ഇനി അവക്ക് മനസ്സിലായില്ലെങ്കിൽ നീ തമിഴി ചോദിക്കും. അതെ, ഞാൻ കേട്ടി, ഞാൻ അന്തസ്സായിട്ട് സമ്മതിക്കും. ദീ നല്ല ചുള്ളൻ ചെക്കൻ, നിങ്ങർക്ക് വേണ്ടി ഞാൻ എടുത്താണ്. ഡോ, താൻ ആര് പറഞ്ഞിട്ടാ വന്നേ? ഡോ, തന്റെ ചായയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വരേക്കുള്ള കാര്യം പറയാൻ നോക്ക്. ഡോ, തന്നോടാ. തനിക്കത് ചെവി കേട്ടൂടെ? നമ്മുടെ വീട്ടിലൊന്ന് ഗസ്റ്റിനോട് എങ്ങനെയാ ബിഹേവ് ചെയ്യുന്നേ? ചേട്ടായി പറയ്. ഓക്കെ, നീ മിണ്ടണ്ട. നിന്നെ കൊണ്ട് മിണ്ടിക്കാൻ പറ്റും ഞാൻ നോക്കട്ടെ. നീ ആരെ വിളിക്കണേ? പോലീസിനെ. അവര് വിനെ കൊണ്ട് തത്ത പറയിപ്പിന്നതിൽ പറയിപ്പിച്ചോളൂ. പോലീസ് വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാൻ തോന്നുന്നില്ല. അപ്പൊ നീ ഉമ്മയൊന്നുമല്ല, സംസാരിക്കും. അല്ല, ചേട്ടന് പട്ടാളത്തിൽ വല്ലോ? ആര് വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അതെന്താ, നീ വല്ല പ്രേതഭൂതമല്ലോ ആർക്കും നിന്നെ കാണാതിരിക്കാൻ? അതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കല്ലാണ്ട് വേറെ ആർക്കും എന്നെ കാണാൻ പറ്റത്തില്ല. അല്ല, നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഇത് കേട്ടാ ആരായാലും ചിരിച്ചോ? ഇവള് മോനെ, നിന്റെ നാടകമൊക്കെ പൊളിഞ്ഞു. നീ എന്തിനാണ് ഈ വീട്ടിൽ കയറുന്നൊക്കെ പോലീസുകാർ നിന്നെ കൊണ്ട് പറയിപ്പിച്ചോളൂ.
എടി നിക്ക് ഋതു, എടി നിന്നേ നിക്ക് ഋതു. നിനക്കെന്താ പ്രാന്താണോ? നീ എന്തിനാ പോലീസിനെ വിളിക്കാൻ പോണേ? വിളിക്കാണ്ട് പിന്നെ എടി ആ ഭൂലോക ഫ്രോഡാണ്. എടി അതൊക്കെ ഓക്കേ, പക്ഷെ പോലീസുകാർ വന്നാൽ നമുക്കൂടെ നടക്കടല്ലേ? എന്തിന്? എടി പോലീസ് അറിഞ്ഞാ മീഡിയ അറിയും, മീഡിയ അറിഞ്ഞാൽ നാട്ടുകാർ മൊത്തം അറിയും. കഴിഞ്ഞ ഹൗസ് ഓണർ മാത്രമേ അറിഞ്ഞുള്ളൂ കേട്ടാ. എടി ഇത് അങ്ങനെ അല്ലല്ലോ. അങ്ങനെയല്ല, നമുക്കല്ലേ അറിയൂ. നമ്മളെ വിളിച്ചിട്ട് ഇതാ പോലീസുകാരോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറ, എന്ത് ചെയ്യും? ഇതേ ഒരു തഞ്ചത്തിലും മയത്തിലൊക്കെ വേണം ഡീൽ ചെയ്യാൻ. എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അമ്മ ചേച്ചി കാണിച്ചുതരാം. വാ. അതെ, നിന്റെ തഞ്ചോന്ന് നായൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ റൂമിൽ നിന്ന് വിളിച്ച് നിന്റെ ഈ റൂമിലോട്ട് കയറ്റാനല്ലേ? ആ ഇതെങ്ങനെ ഡീൽ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മു ചേച്ചി തൽക്കാലം ഇവിടെ റെസ്റ്റ് ചെയ്യും. ഡാ ഇറങ്ങി. ഒരു സീൻ ഉണ്ടാക്കാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല. നീ ആരാണെന്നോ എന്താണെന്നൊരു മാങ്ങാത്തലും എനിക്ക് അറിയണ്ട. പെട്ടെന്ന് ഇറങ്ങടാ ഇങ്ങോട്ട്. നടക്കങ്ങോട്ട്, നടക്ക്. ഓരോ ഉടായ്പ നമ്പറും ഉണ്ട്. ഇറങ്ങിക്കോളൂ, ഇങ്ങോട്ട് നടക്കടാ. ഇവിടെ എന്തിനാ ഷൂ കാണിക്കണേ? ഇത് ഭയങ്കര ഓവറാണ് കേട്ടാ. സത്യം പറഞ്ഞ ഇവിടെ ഒന്ന് പുറത്തു വരുന്നത്. ഇറങ്ങടാ. ഞാനാ? എന്താണ് പ്രേതത്തെ കണ്ട പോലെ? ഏയ് ഞാനാണ് ബാബോട്ടൻ. ആ അല്ല, ഇന്നലെ കാശിന്റെ കാര്യം പറഞ്ഞിരുന്നു, മറന്നു. അന്നമ്മേ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ജോറായിട്ടുണ്ടല്ല. വീടൊക്കെ എപ്പോഴും ഇതുപോലെ കാണണോട്ടാ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് നിങ്ങളെ അറിയാലോ. പിന്നെ എന്തൊക്കെയുണ്ട്? എന്താണ് ആരും ഒന്നും മിണ്ടാത്തെ? അറിയാലോ, ഞാനും ഓണർ തമ്മിലുള്ള ഇരിപ്പ് വശം. ഇതാരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇത് സത്യം പറഞ്ഞ എനിക്ക് അറിയാൻ പാടില്ല. അറിയാൻ പാടില്ലെന്നാ? കൂടെ താമസിക്കുന്ന ആളുടെ പേരറിയില്ലെന്നാ? മോളുടെ പേരെന്താണ്? എന്റെ പേരോ? ആ, മോളുടെ പേര് തന്നെ. അമ്മ. അമ്മു. കേട്ടല്ല, അമ്മു. കൂടെ താമസിക്കുന്ന ആളുടെ പേരായിരുന്നു മോശം ഉണ്ടാ. സന്തോഷം. ഈശ്വരാ, മക്കളെ ബാബുട്ടൊന്നും തോന്നരുത്. സൗഹൃദം വേറെ, കച്ചവടം വേറെ. അന്നമ്മേ കാണട്ടാ. മോളെ അമ്മു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. പോട്ടെ. എന്ത് നല്ല പിള്ളേര്, എത്ര നാളുണ്ടാവോ? ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും എന്നെ കാണാൻ പറ്റത്തില്ലെന്ന്.